ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ആണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ റീഡിങ്ങിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളെന്ന് പറഞ്ഞാൽ അവരൊരു ഒരു സേഫ് പ്ലേസ് ആയിരുന്നു. അങ്ങനെയായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അപ്പോൾ അതായത് ആ ഒരു ഹോംലി ഫീല്, ഭയങ്കര ഒരു പീസ്, എന്തും കൊണ്ടും വളരെ കാംനെസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങളെന്ന് പറയുന്നത്. അത്രയ്ക്ക് ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. പക്ഷേ അത് അയാൾ ഒരുപാട് എൻജോയ് ചെയ്തു, അയാൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവർക്ക് ഗ്രാജുവലി അവരുടെ മൈൻഡിൽ പിന്നെ ചില ചെറിയ തോന്നലുകളൊക്കെ തോന്നി തുടങ്ങി. ഇവിടെ അതായത് എനിക്കിവിടെ നിൽക്കാനാവുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മാറണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകണം. അത് നിങ്ങളിൽ നിന്നുള്ള സ്നേഹം കിട്ടാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ അല്ല, അയാൾക്ക് ഈ ഒരു സേഫ് സോണിന്റെ ഒരു എനർജി അയാൾ ഒരുപാട് ട്രിഗർ ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എനർജിയിൽ, അതായത് ആ ഒരു പേഴ്സണ് നിൽക്കാൻ പറ്റത്തില്ല, ട്രിഗറിങ് ഉണ്ട്. അത് ഇഷ്ടക്കേട് കൊണ്ടല്ല, ഇഷ്ടം കൂടുതലായിട്ട് വന്നത് കൊണ്ടുള്ള അതുമല്ല, ഭയങ്കര സേഫാണ്. പക്ഷെ അയാളുടെ ഉള്ളിലുള്ള ട്രിഗറിങ് കാര്യങ്ങൾ, അത് മെയിൻലി ഇന്നർ വൂൺസ് ഉള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് ഈഗോ ഇഷ്യൂസ് ഉള്ള ഒരാളായിരിക്കാം, എന്തുമാവാം. അങ്ങനത്തെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു പേഴ്സണിലോട്ട് ചെല്ലുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഇന്നർ വൂൺസ് എല്ലാം ട്രിഗർ ചെയ്ത് പുറത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എനർജീനെ കൺട്രോൾ ചെയ്യാനോ അതല്ലെങ്കിൽ എനർജീനെ എങ്ങനെ മാറ്റണമെന്നോ എന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയെ. അപ്പോൾ അത് ശരിക്കും ട്രിഗറിങ് ആയിട്ടുണ്ട്. അതായത് അയാളുടെ പാസ്റ്റ് വൂൺസിനെ ചിലപ്പോൾ നിങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടാവില്ല, ചില കേസിൽ പ്രതികരിക്കും, കാരണം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ വെറുതെ വഴക്കുണ്ടാക്കി കൊണ്ടുപോകും. അതല്ലെങ്കിൽ നിങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ചുറ്റുപാട്, അതല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ജോലി സ്ഥലത്തും അതല്ലെങ്കിൽ പേഴ്സണലി വേറെ ആരെങ്കിലുമായിട്ടൊക്കെ ഫാമിലിയിലും, അതായത് വേറെ സറൗണ്ടിങ്സിൽ മറ്റുള്ളവരോടൊക്കെ അയാൾക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ഫിയർ കൊണ്ട് ചിലപ്പോൾ ഇത്രയും നാൾ മറച്ചു വെച്ചിരുന്ന ആ കാര്യങ്ങളിലൊക്കെ ഓർത്ത് വീണ്ടും ഭയപ്പെടാനും, അബ്യൂസുകൾ ഉണ്ടെങ്കിൽ മിക്കവാറും അബ്യൂസുകളുള്ളൊരു കേസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും അതൊക്കെ പഴയ മെമ്മറീസും കാര്യങ്ങളൊക്കെ വരുന്ന ഇന്ന വൂൺസ്, ചൈൽഡിന് ഒരുപാട് വേദനകൾ വീണ്ടും അതിലോട്ട് പോയി വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തും മനസ്സിനെ ഇമോഷണലി ഒരുപാട് തകർന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ആയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഇന്നർ വൂൺസ് കൊണ്ട് കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പേഴ്സന്റെ, അതായത് നിങ്ങൾ കൊടുത്തിട്ട് ആ പോസിറ്റീവ് എനർജി കൊണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടി ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിൽ നിന്നാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് അതല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ട്രിഗറിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ബാലൻസ് പോയി. കൊടുക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന ആ ഒരു തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ, അതായത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാതെയായി. അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലോട്ടൊന്നും കാര്യങ്ങൾ പോകുന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തോന്നി തുടങ്ങി ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് ആദ്യം ഉണ്ടായിരുന്ന പോലെ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങി. ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ട്രിഗറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിൽ, അതല്ലെങ്കിൽ അവർക്ക് സത്യം എന്താണെന്ന് അറിയാം, മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം.
അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തത് അധികമാണെന്നും അതല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ജെന്യുവനായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സണെ ഇഷ്ടപ്പെട്ടതെന്നും ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ കാണുന്നതെന്നും എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നതും വളരെ കുറവാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലത്തെ രീതിയിലോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അവൾ തരുന്നതിൽ അല്ലെങ്കിൽ അവൻ തരുന്നതനുസരിച്ച് ഞാൻ തിരിച്ചൊരു സ്നേഹം കൊടുക്കുന്നില്ല എന്ന് ആ ഒരു വ്യക്തിക്ക് നല്ല പോലെ ബോധ്യമുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല. ആ ഒരു വ്യക്തിയിലുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് നമ്മൾ അങ്ങനെയാണല്ലോ ഇന്നർ വൂണ്ട്സ് ഹീൽ ചെയ്തില്ലെങ്കിൽ ആ ഇന്നർ ട്രോമയിൽ കൂടെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാം, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. പക്ഷെ ഈ ഒരു വൂണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അയാളുടെ ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ മാത്രം റിലേഷൻഷിപ്പ് ആവില്ല, അയാൾക്കുള്ള ഫാമിലിയിൽ പാരൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അയാളുടെ എവിടെയൊക്കെയാണോ അയാളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അവിടെ എല്ലാം അയാൾക്ക് ഇങ്ങനത്തെ ഒരു എനർജി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വൂണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ പുറത്ത് വളരെ സ്ട്രോങ്ങും വളരെ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ഫിനാൻഷ്യലിയും അല്ലെങ്കിൽ ഒക്കെ വളരെ നല്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, മനസ്സിലായോ, പോയൊരു പേഴ്സൺ ആയിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ഇമോഷണലി ഒരുപാട് തകർന്ന് ഇരിക്കുകയാണ്. അതായത് ഇത്രയും നാളും ജീവിതത്തിൽ നിന്ന് മറക്കണമെന്ന് വിചാരിച്ചതും ഓർക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ലൈഫിലോട്ട് വരുന്നു. അതുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതം പഴയതുപോലെ ആകുമോ എന്നുള്ളൊരു പേടിയും ടെൻഷനും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെ ഈ ഒരു പേഴ്സണ് ഇയാളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒന്നും ഇപ്പൊ ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അറിയത്തുമില്ല. മനസ്സിലായോ? പേടി നിൽക്കുമ്പോൾ പിന്നെ മനുഷ്യന് ഒന്നും ചെയ്യാനോ എടുക്കാനോ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ വൂൺസ് നല്ലതുപോലെ ഉള്ളൊരു വ്യക്തിയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഇപ്പോഴല്ല, ഇന്ന ചൈൽഡ് വൂൺസ് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വളർന്നൊരു, അതായത് ഇന്ന ട്രോമ വൈസ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യുമ്പോഴോ നിങ്ങളോട് സംസാരിക്കുമ്പോഴോ ഒക്കെ എൻ്റെ കൺട്രോൾ നഷ്ടമാകുമോ എന്നൊരു പേടി. പിന്നെ ഞാൻ ഇന്നറിൽ അല്ലെങ്കിൽ കൊച്ചിലെ ഉണ്ടായിരുന്ന അടുത്തുനിന്ന് എനിക്ക് ആരും ഒരു വിലയും നൽകാതെ അതല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാതെയൊക്കെ പോയ ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു പേഴ്സന്റെ, അതേപോലെ ഇനിയും എൻ്റെ ജീവിതത്തിൽ വരുമോ എന്നുള്ളൊരു പേടിയും ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിരിക്കുകയാണ്. അത് കംപ്ലീറ്റ്ലി നിർത്തിപ്പോയതല്ല, ജസ്റ്റ് അവരുടെ ഒരു മെന്റൽ എന്താ പറയുക കാംനെസ്സിനും അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സൈലന്റ് ആയിട്ട് അവർ നിൽക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയാതെയും അല്ലെങ്കിൽ പെട്ടെന്നും ഒക്കെ ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു മെസ്സേജോ പോകുന്ന കാരണം എന്താണെന്നോ പോലും പറയാതെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ മാറി അകന്നും അല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാന്നൊന്നുമില്ല, ആ ഒരു വ്യക്തിക്ക് സ്നേഹം നല്ലതുപോലെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യണം എന്ന് ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. മനസ്സിലായി? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എത്ര വയസ്സോ 40, 50, 60 അല്ലെങ്കിൽ 70, 20, 30 എന്ത് വയസ്സും അല്ല നമ്മളിവിടെ നോക്കുന്നത്. ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ചാല് ഒരു 13 വയസ്സ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആ ഒരു കൊച്ചു കുട്ടികളെ നമ്മൾ കാണത്തില്ലേ, അപ്പൊ ആ ഒരു പിള്ളേരുടെ മൈൻഡിലും ആ ഒരു പിള്ളേരുടെ ഒരു എനർജിയിലുമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ വെളിയിൽ സ്ട്രോങ് ആണ്, ഞാൻ നല്ലതാണ്, ഭയങ്കര ആരോഗ്യവും അങ്ങനെയുള്ളതൊക്കെ കാണും, ശരിയാണ്. പക്ഷെ ഉള്ളില് ഈ ഒരു ട്രോമ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി എങ്ങനെയാണോ ചിന്തിക്കുന്നത്, 6-7 വയസ്സ് മുതലുള്ള 13 വയസ്സുള്ള കുട്ടികൾ ചിന്തിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ ഒരു പേഴ്സണും ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു പോകുന്നത്. അത് നമ്മൾ പറയുന്ന പോലെ ട്രോമ വൈസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ ആ ഒരു വ്യക്തി ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയായിരുന്നു. മനസ്സിലായോ? ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്ന്
പറയില്ലേ ഒരു വെളിച്ചം വന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജി ആയിരുന്നു നിങ്ങൾ. അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടല്ലോ ആ ഒരു പേഴ്സൺ നിങ്ങളോട് എങ്ങനെയാണെന്നോ കാണിച്ചിരുന്നത് എന്നൊക്കെ. അപ്പോൾ ഒരു അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും ഒരു ഹീലിംഗ് എനർജി ആയിരുന്നു അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് പേഴ്സണലി ഒന്നും ഒരു ദേഷ്യവും ഇല്ല. മാറി നിൽക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഹീലിംഗ് എനർജിയും നിങ്ങൾ വളരെ സന്തോഷവും അവരുടെ ജീവിതത്തിൽ ഇന്നേവരെ ആരും നൽകാത്തതും കൊടുക്കാത്തതുമായിട്ടുള്ള സ്നേഹവും ഒക്കെ തന്നെയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ വളരെ ശാന്തതയും പീസും വളരെ കാംനെസ്സും, അതായത് നമ്മൾ ശരിക്കും ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം അല്ലെങ്കിൽ നമുക്ക് ദൈവവിശ്വാസികളാണെങ്കിൽ ഇപ്പൊ ദൈവം അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജീനെ നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. വേറൊന്നും നമുക്ക് ചിന്തകളോ ടെൻഷനോ ഒന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു എനർജിയായിട്ട് ലയിച്ച് നമ്മൾ പ്രാർത്ഥിക്കെടുക്കും. അപ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ വേറൊന്നും കണക്ഷൻ ഇല്ലാതെ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുന്ന അതേപോലത്തെ ഒരു പീസാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിലാണെങ്കിലും മിണ്ടുന്നില്ലെങ്കിലും കുറച്ചൊക്കെ അകൽച്ച നിങ്ങളുടെ ബന്ധത്തിൽ കാണിച്ചാൽ പോലും ഈ ഒരു പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് വളരെ കാംനെസ് ആണ്, അതിൽ വളരെ സമാധാനം നൽകുന്ന ഒരു ഇത് തന്നെയാണ് നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും ധൈര്യമില്ലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഇന്നർ സ്ട്രെങ്ത് ഒക്കെ ശരിക്കും ക്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഭയങ്കര സ്ട്രോങ്ങും അല്ലെങ്കിൽ ഭയങ്കര ഞാൻ അത് കാണിക്കും ഇത് കാണിക്കും എന്ന് പറഞ്ഞാലും ഉള്ളില് നമ്മൾ പറയില്ല ഒരു പാവത്തനല്ല ഒരു പേടിച്ച് ആ ഒരവസ്ഥ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മതിയാകുമോ, അതല്ല എങ്കിൽ ഞാന് ഇനി മുന്നോട്ട് വന്നാൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് മുന്നോട്ട് വന്നാൽ ഈ പേടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും വിടുക്കരുത്. തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും അല്ല. ഇന്ന വൂൺസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. മനസ്സിലായി? ഒരു കൊച്ചുകുട്ടി പേടിച്ച് മാറി നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അവരെ വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയില്ലേ? അപ്പൊ അതേപോലെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തെടുത്താലും ഞാൻ അതെടുത്താൽ ശരിയാവില്ല, അതെടുത്താൽ ഞാൻ നശിപ്പിക്കും, അങ്ങനെയൊക്കെ ഒരു പേടിയില്ലേ? ശരിക്കും ആ ഒരു പേടി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തകരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? മനസ്സിലായോ? മാറി നിന്നാലും എന്ത് ചെയ്താലും സ്റ്റിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ട്രോമ കൊണ്ട് ഞാൻ കാണിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ട്രിഗറിങ്ങും അല്ലെങ്കിൽ എൻ്റെ ഇഷ്യൂസും കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. അതായത് അയാളായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തെന്ന് സ്റ്റിൽ അയാൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മാറി നിൽക്കുന്നതെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു എനർജീനെ അവർക്ക് റിലീസ് ചെയ്യണമെന്ന് വളരെ നല്ലതുപോലെ ആഗ്രഹമുണ്ട്. അതായത് അവരെ ചുറ്റി കിടക്കുന്ന ആ ഒരു ചെയിന് പൊട്ടിച്ച് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ പൊട്ടിക്കാനുള്ള ഭയം, അത് തന്നെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ ചെയ്യുന്നത്. ഇന്നർ വൂൺസ് ഒരുപാടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്തും ആവാം വൂൺസ്, ഏത് തരത്തിലുള്ള ട്രോമയോ ആ ഒരു ട്രോമയിൽ നിന്ന് നമ്മൾ അവരെ വെളിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. അപ്പൊ ചില കേസുകളിൽ ഒരുപാട് നമ്മൾ പോലും വിചാരിക്കാത്ത ഒരുപാട് ട്രോമാസും കേൾക്കാത്ത ട്രോമകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അതിൽ നിന്നും അത് ഓർക്കണം, ഈ ഇത്രയും ഏജായിട്ടോ അല്ലെങ്കിൽ വലിയ ഏജിലൊന്നും സംഭവിച്ച കാര്യങ്ങളല്ല, ചെറുപ്പത്തിലുള്ളതാണല്ലോ നമ്മുടെ ഇന്നർ ചൈൽഡ് വോണ്ട്. അപ്പൊ അത് പൊട്ടിച്ചു വരാൻ ഒരുപാട് ആൾക്കാർക്ക് പേടിയാണ്. പേടിയെന്ന് വെച്ചാല് മെന്റലി അവര് അവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പേടിച്ച ആ ഒരു അവസ്ഥ തന്നെയാണ്. എത്ര വലിയ ആളായാലും നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അവർ ആ പഴയ കുട്ടിയിലോട്ട് തന്നെ പോകും, എത്ര വയസ്സുണ്ടെന്നുള്ള. അപ്പൊ ആ ഒരു പേടിനെ പൊട്ടിച്ചു വരാൻ ഇവർക്ക് ഭയങ്കരമായിട്ട് ഭയം ഉണ്ടാവും. അതായത് നല്ല പോലെ ഒരു വൂണ്ടുള്ള ഒരു പേഴ്സൺ ആണിത്. അപ്പൊ അതൊരുപാട് ആ ഒരു പ്രശ്നം ആ ഒരു പേഴ്സൺ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു അഡിക്ഷൻ ആയിരിക്കാം. അതല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ചിലപ്പോൾ ചെറുപ്പത്തില് എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ട്, കൊച്ചു പിള്ളേരല്ലേ, അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും തെറ്റ് കാണിച്ചപ്പോ നല്ല രീതിയിൽ പാരന്റ്സോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് നല്ല വഴക്കോ അടിയോ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ പറയുന്ന പോലെ വലിയ തരത്തിലുള്ള അഡിക്ഷൻ ഒന്നും അല്ല, ചിലപ്പോ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ, അന്നത്തെ പ്രായത്തിൽ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ,
എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ അത് ഒന്നെങ്കിൽ അതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോ ഫോർ എക്സാമ്പിൾ ബോയ്സ് ആണെങ്കിൽ ചിലപ്പോ ഒരു 10 വയസ്സിലൊക്കെ ചിലപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ പറയാം ചിലരൊക്കെ ചിലപ്പോൾ സിഗരറ്റ്സ് ഒക്കെ സ്കൂളിലൊക്കെ വെച്ച് ട്രൈ ചെയ്ത ആൾക്കാരുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ അത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടാകും. അതിൽ നിന്ന് ഒരുപാട് നാണക്കേടും മാനക്കേടും അങ്ങനെ. അതല്ലാതെ ഇപ്പോഴത്തെ പിള്ളേര് കാണിക്കുന്നതിൽ അങ്ങനെ ഹൈ ലെവലിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ എന്തെങ്കിലും ജസ്റ്റ്. അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു അഡിക്ഷൻ അല്ല. അപ്പൊ അതേപോലത്തെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഒന്നുകിൽ അതിലായിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പില്, മനസ്സിലായോ? റിലേഷൻഷിപ്പില് ചിലപ്പോ തെറ്റായിട്ട് ആൾക്കാര് ബ്ലെയിം ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും കാര്യം കുറ്റങ്ങൾ തലയിലിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാത്ത തെറ്റുകളുടെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും തലയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം, മേ ബി പൈസ എടുത്തെന്നായിരിക്കാം. അതല്ലെങ്കിൽ അവനവന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ പഠിക്കുന്ന കേസല്ല, വേറെ എന്തെങ്കിലും. അപ്പോൾ പാരന്റ്സിന്റെ കൂടെ അല്ലായിരിക്കാം, വേറെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ കൂടെ ആയിരിക്കാം. അപ്പൊ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ട്രോമ ആയിരിക്കാം. മനസ്സിലായോ? മനഃപൂർവ്വം ചെയ്ത കാര്യത്തെ സ്വന്തമായിട്ട് ചെയ്ത കുറ്റത്തിനല്ല, ചിലപ്പോൾ തലയിലാക്കുമല്ലോ, അതേ രീതിയിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു എനർജി ആണല്ലോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവിടെ ശരിക്കും സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അവർക്ക് ഇപ്പോഴും ആ ഒരു കുട്ടിക്ക് അവിടുന്ന് ഇപ്പോഴും പോരാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്ക് വൂണ്ടഡ് ആണ് ഈ ഒരു പേഴ്സൺ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ പേടിച്ചിട്ട് മാറി നിൽക്കുന്നത്. എന്നാൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് മാറി നിൽക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള സൈലൻസിനും കാരണം എന്ന് വെച്ചാൽ ഭയം തന്നെയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ശരിക്കും ഇപ്പോ അവർക്ക് പേടിയുണ്ട്, ശരിയാണ്. പക്ഷെ എങ്കിലും അതിൽ നിന്നൊക്കെ മാറണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇനി എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യണം, ശരിയാവില്ല. ഈ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് പേടിച്ചും റിഗ്രറ്റ് ചെയ്തും ഒന്നും ജീവിക്കാനുള്ള അല്ല എൻ്റെ ലൈഫ് എന്ന് ഒരു തോന്നലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഈ ഒരു മൂഡിനെ പറ്റി ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് പേടി വരുന്നത്. അപ്പോൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം. അവിടെ ആ ഒരു ഇന്നസെൻസ്, അതായത് അന്നത്തെ ഒരു കുട്ടിയിലുണ്ടായിരുന്ന ആ ഒരു കുട്ടിത്തം ഒക്കെ നഷ്ടപ്പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനത്തെ രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പഴയ കുട്ടീനെ പോയി വീണ്ടും റീസെറ്റ് ചെയ്ത് നല്ല രീതിയിലോട്ട് കൊണ്ടുവരണമെന്നും അവർക്കും ആഗ്രഹമുണ്ട്. അവർക്കത് അറിയാം. മേ ബി ഈ ഒരു പേഴ്സൺ അറിയാം ഇന്നർ ചൈൽഡ് ഹീലിംഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലോട്ട് വരാനും താല്പര്യം ചിലപ്പോൾ കാണും. അതല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ചാനൽസ് വഴിയൊക്കെ ആ ഒരു പേഴ്സൺ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇന്ന വൂൺസിനെ ഹീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എങ്ങും ഞാൻ എത്തില്ല എന്നൊക്കെ ഒരു തിരിച്ചറിവൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ അറിയാം, ഞാൻ തന്നെയാണ് എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്. അതായത് എന്റെ ഇമോഷൻസ് തന്നെയാണ് എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഞാനിവിടെ കിടന്നാൽ ശരിയാവില്ല. ഞാൻ ഇതിൽ നിന്നൊക്കെ കെട്ടുപൊട്ടിച്ച് വെളിയിൽ വന്ന് ഞാൻ എനിക്ക് എന്താണോ വേണ്ടത് അതിലോട്ട് ഞാൻ ചെല്ലണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാല് നിങ്ങളിലൊക്കെ, അതായത് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിരിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഫിയർ ആണ്. ആ ഫിയർ പൊട്ടിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിൽ ആ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് സംസാരിക്കണം. ഇന്ന വൂൺസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വഴി നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോവുക. അപ്പൊ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഇഷ്ടമുണ്ട്. ആ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്യും. ഉള്ളിലുള്ള പേടിയും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹക്കുറവുകൊണ്ട് അല്ല. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ അവർ കെയർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.